ബൽറാം വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വളരെ നാടകീയമായ രംഗങ്ങളാണ് ലോക്സഭയിൽ കണ്ടത്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ ഒരുങ്ങുന്നു. സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം എം പിമാർക്ക് സസ്പെൻഷൻ. ആ പ്രതിപക്ഷ എം പിമാരുടെ സസ്പെൻഷൻ നടപടിയിൽ പ്രതിഷേധം ഇന്നും ശക്തമാക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ പശ്ചിമബംഗാളിലെ SIR-നെതിരെ ഇന്ന് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ശ്രമിക്കുകയാണല്ലോ. ജമ്മുകാശ്മീരിലെ ഉധംപൂരിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. അവിടുത്തെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? സമാധാനത്തിലേക്കാണോ നീങ്ങുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഉറ്റുനോക്കുന്നത് പാർലമെന്റിലേക്കാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ലോക്സഭ പ്രക്ഷുബ്ധമായിരുന്നു. 2 വിഷയങ്ങൾ, അത് US-മായുള്ള വ്യാപാര കരാർ, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി മുൻ കരസേനാ മേധാവി ജനറൽ MM നർവാനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ വരികൾ ഉദ്ധരിച്ചതുമാണ് സഭാതലത്തെ പ്രക്ഷുബ്ധമാക്കിയത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ ഒരുങ്ങിയ ഘട്ടത്തിലും തടസ്സവാദങ്ങൾ ഉയരുകയും രാഹുലിന് സംസാരിക്കാനുള്ള അവസരം സ്പീക്കർ നിഷേധിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച 8 അംഗങ്ങൾ, ഒരു CPM അംഗവും 7 കോൺഗ്രസ് അംഗങ്ങൾ, ഹൈബി ഈഡനും അടക്കമുള്ള 8 കോൺഗ്രസ് അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ ഒരു സമ്മേളന കാലയളവ് പൂർത്തിയാകുന്നതുവരെ ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായി സഭാ കവാടത്തിൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾ മറ്റംഗങ്ങളോടൊപ്പം പ്രതിഷേധിക്കും. തുടർന്ന് സഭയ്ക്കുള്ളിലും ഈ വിഷയത്തിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള മറുപടി പറയും. അത് നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഇത്തരത്തിൽ സഭ പ്രക്ഷുബ്ധമാകുമ്പോൾ അത് ഇന്ന് ഉണ്ടായേക്കുമോ എന്ന കാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ല. അതേസമയം സുപ്രീം കോടതിയിലും ഇന്ന് സുപ്രധാനമായ ബംഗാൾ SIR-മായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണിക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയം, മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തിപരമായി തന്നെ ഈ കേസിൽ ഹാജരാകാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിനായി പ്രത്യേക അപേക്ഷ സമർപ്പിച്ചിരുന്നു. മമതാ ബാനർജി അഭിഭാഷക വേഷത്തിൽ സുപ്രീം കോടതിയിലേക്ക് എത്തുന്ന പോസ്റ്ററുകൾ ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ അഭിഭാഷകയും ചെകുത്താന്റെ അഭിഭാഷകരും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിലാണ് തൃണമൂൽ കോൺഗ്രസ് ഇതിനെ കാണുന്നത്. അത്തരത്തിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. താൻ ഡൽഹിയിലെത്തി SIR വിഷയത്തിൽ പോരാടുമെന്ന് മമത നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു പോരാട്ടത്തിനാകും ഇന്ന് സുപ്രീം കോടതി സാക്ഷ്യം വഹിക്കുക. ഒപ്പം തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നീക്കങ്ങളും അതിനായുള്ള കൂടിയാലോചനകളും തൃണമൂൽ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. കൂടാതെ ജമ്മു കശ്മീരിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ്. ഉധംപൂരിൽ 3 ഭീകരർ, ജെയ്ഷെ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. തെരച്ചിലിനിടെ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഭീകരർ ഒളിച്ചിരിക്കുന്ന സ്ഥലം കൃത്യമായി തന്നെ കണ്ടെത്താൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശം സൈന്യം വളഞ്ഞിരിക്കുകയാണ്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് വിവരം. ഈ രാംനഗർ വനമേഖലയിലാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നത്. ഇതൊരു കുന്നിൻ ചെരിവായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് പൂർണ്ണമായും വളഞ്ഞ് ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ച് കാത്തിരിക്കുകയാണ് സൈന്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.